ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് കേരളത്തിൽ LDF-നുണ്ടായത്. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മുഖ്യ കക്ഷിയായ CPM ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം, മുഖ്യമന്ത്രിയുടെ ശൈലി തുടങ്ങിയ കാരണങ്ങളാണ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും പരസ്യമായി സമ്മതിക്കാൻ CPM-ന് മനസ്സില്ല. അത് പണ്ടേയുള്ള രീതിയാണ്. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എവിടെയൊക്കെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI. BJPക്ക് വേണ്ടി റിക്രൂട്ടിംഗ് ഏജൻസിയായി SNDP മാറിയിരിക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. അത് പല വേദികളിൽ ഗോവിന്ദൻ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതേ വികാരം തന്നെയാണ് CPIക്കുള്ളതും. എന്നാൽ അതൊന്നും പരസ്യമായി പ്രകടിപ്പിക്കാൻ അവർ തയ്യാറല്ല. സാമുദായിക വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്ന് CPI സമ്മതിക്കുന്നുണ്ട്. പാർട്ടി വിശദീകരണം കേഡർമാരിലേക്കും പൊതുജനങ്ങളിലേക്കും എത്താത്തതിനാലാണ് BJPയിലേക്ക് വിവിധ സമുദായ സംഘടനകളിൽ നിന്നുള്ള വോട്ടുകൾ പോകാൻ കാരണമെന്നും CPI വൃത്തങ്ങൾ പറയുന്നു. പാർട്ടി അംഗത്വ വിലയിരുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാതലം വരെയുള്ള വിലയിരുത്തൽ പൂർത്തിയായി. ഓഗസ്റ്റ് 15-നകം സംസ്ഥാനത്തെ വിലയിരുത്തലുകളും പൂർത്തിയാവും. ഇതോടെ പാർട്ടി അംഗത്വത്തിൽ വിവിധ ജാതികളിൽ നിന്നുണ്ടായ കുറവും കൂടുതലുമെല്ലാം ക്രോഡീകരിക്കാൻ സാധിക്കും. ഇതനുസരിച്ച് തിരുത്തലുകളും ജാഗ്രതയും ഉണ്ടാകും. എന്നാൽ പരസ്യമായ ജാതി ചർച്ചയിലേക്ക് കടക്കാൻ നേതൃത്വത്തിന് താല്പര്യമില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ ബാക്കിയുള്ള നാളുകളിൽ ഭരണം ശക്തമാക്കാൻ മന്ത്രിസഭയിലെ CPI മന്ത്രിമാരും പാർട്ടി നേതൃത്വവും ശക്തമായി സർക്കാരിൽ ഇടപെടണമെന്നാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ധാരണ. CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ധനവകുപ്പുകളിൽ നിന്നും പണം ലഭിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അത് ചോദിച്ചു വാങ്ങാത്തത് മന്ത്രിമാരുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും പിടിപ്പുകേട് കൊണ്ടാണെന്ന ആക്ഷേപം മാറിയെടുക്കേണ്ടത് പാർട്ടിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിന്റെ ഭാഗമായി മന്ത്രിമാരും പാർട്ടി നേതൃത്വവും കൂട്ടായി വിഷയങ്ങൾ ചർച്ച ചെയ്ത് സർക്കാരിനെ തിരുത്താനും ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും തീരുമാനമായിട്ടുണ്ട്. ആദ്യ പടിയായി ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് കൃത്യമായ പണം സർക്കാരിൽ നിന്ന് ലഭിക്കണമെന്ന് നേതൃത്വം തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കിട്ടാനുള്ള 600 കോടിയിൽ പകുതിയെങ്കിലും നൽകണമെന്നാണ് നിലപാട്. സർക്കാരിനെ വിമർശിക്കാതെ പരമാവധി സമ്മർദ്ദം ചെലുത്തുകയാണ് CPIയുടെ തന്ത്രം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം കൃത്യമായി നൽകുക, തകർന്നു കിടക്കുന്ന റോഡുകൾ പ്രഥമ പരിഗണന നൽകി പുനർനിർമ്മിക്കുക, അനാവശ്യ ധൂർത്ത് ഒഴിവാക്കുക എന്നീ കാര്യങ്ങളിൽ സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് CPIയുടെ ആലോചന. പരീക്ഷയുടെ തലേ ദിവസം പനിയായിരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പരീക്ഷ എഴുതിയില്ല എന്ന് പറയുന്നത് പോലെ ആകാതിരിക്കാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് CPI സർക്കാരിനെ തിരുത്താൻ ശ്രമിക്കുന്നത്. കുത്തനെ കൂട്ടിയ കെട്ടിട നിർമ്മാണ ഫീസ് കുറച്ചതും ക്ഷേമ പെൻഷനിലും മറ്റും സ്വീകരിച്ച നടപടികൾ CPIയുടെ കൂടി സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നാണ് വിശദീകരണം. CPM മാർഗരേഖ തയ്യാറാക്കിയതുപോലെ തിരുത്തൽ നടപടികൾക്ക് വേണ്ട മാർഗങ്ങൾ CPIയും സ്വീകരിക്കും. പാർട്ടിയിലെ വിവിധ തലങ്ങളിലെ റിപ്പോർട്ടിങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നടപടികൾ. പാർട്ടി മത്സരിക്കാത്ത സ്ഥലങ്ങളിലും പ്രവർത്തനം ശക്തമാക്കണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF-ന്റെ ഭാഗമായ CPIക്ക് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരരംഗത്ത് ഇറങ്ങുന്നതിൽ പലപ്പോഴും വീഴ്ചയുണ്ടായിട്ടുണ്ട്. വാർഡ് അംഗങ്ങൾ മുതലുള്ള ജനപ്രതിനിധികൾ ജനങ്ങളോട് കരുതലോടെ ഇടപെടണമെന്നാകും പാർട്ടി തീരുമാനം. ഇത് മുൻകൂട്ടി കണ്ടാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ബിനോയ് വിശ്വം നേരത്തെ കത്തയച്ചത്.